ഗുരുവായൂരപ്പൻ ഏകനായ ശക്തിയാണ്. ഭഗവാന്റെ മായ നിമിത്തം എല്ലാമായി വിളങ്ങുന്നതിനാൽ ഭഗവാനെ കൂടാതെ ഒന്നുമില്ല എന്ന് നമ്മൾ ധരിക്കുക. ശ്രുതിപ്രകാരമുള്ള എല്ലാ യാഗങ്ങളും ഔപാസനം മുതൽ ഈശാന ബലി പര്യന്തം സ്മൃതി പ്രകാരമുള്ള യജ്ഞങ്ങളും അതിൻ്റെ അംഗങ്ങളായ ദേവതകളും യജമാനനും പിതൃക്കൾക്ക് ചെയ്യുന്ന ശ്രാദ്ധവും മനുഷ്യർക്കുള്ള അന്നവും ഹോമാദികൾക്കുള്ള മന്ത്രവും ചരുപുരോടാശങ്ങളും അഗ്നിയും അഗ്നിയിൽ ചെയ്യുന്ന ഹവനവും എല്ലാം ഗുരുവായൂരപ്പൻ തന്നെയാണ്. അഹം ക്രതുരഹം യജ്ഞ സ്വാധാഹ മഹമൗഷധം മന്ത്രോഹമഹമേവാജ്യ മഹമഗ്നിരഹം ഹുതം. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഗുരുവായൂരപ്പനാണെന്ന് നാം ഉറച്ച മനസ്സോടുകൂടി വിശ്വസിക്കുക. അവനവനുചിതമായ രീതിയിലുള്ള ഈശ്വരീയ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാം പരമാർത്ഥവും പരമ്പൊരുളും സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്ന വാക്കുകളാണിത്. അവിടെ ഈ പ്രകൃതി എന്ന് പറയുന്നത് പോലും ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളെയും അവർ ചെയ്യുന്ന സർവകർമ്മങ്ങളെയും എപ്പോഴെല്ലാമാണോ ഈശ്വരീയമായി നമുക്ക് കരുതുവാൻ സാധിക്കുന്നത് അതുവരെ നാം ഈ വാക്കുകൾ കേട്ടുകൊണ്ടേയിരിക്കുക. ഇത് കേൾക്കുന്തോറും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പരിവർത്തന നിമിത്തം നമുക്ക് സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുവാനും അതിലൂടെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുവാനും അവസരമായി തീരും.